മാർക്കസ് ഒറേലിയസ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി. ചരിത്രം അദ്ദേഹത്തെ ഓർക്കുന്നത് ഒരു ചക്രവർത്തിയായി മാത്രമല്ല, ആത്മനിയന്ത്രണം, യുക്തിബോധം, കടമ ഇവയ്ക്ക് പ്രാധാന്യം നൽകിയ സ്റ്റോയിക് തത്വചിന്തകനായും കൂടിയാണ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആത്മപരിശോധനകളുമൊക്കെ മെഡിറ്റേഷൻസ് എന്ന കൃതിയിലൂടെ ഇന്നും ലോകം വായിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ കൊമോഡസ്, പിതാവിൻ്റെ ജീവിത ദർശനത്തിൽ നിന്നേറെ വ്യത്യസ്തമായിരുന്നു മകൻ്റെ ജീവിതം. അധികാരത്തിൻ്റെ പ്രകടനത്തിലും സ്വയം മഹത്വവൽക്കരണത്തിലും അയാൾ ആകൃഷ്ടനായി. ഗ്രീക്ക് പുരാണത്തിലെ വീരനായ ഹെർക്കുലീസിൻ്റെ രൂപത്തിൽ സ്വയം അവതരിപ്പിക്കാൻ പോലും കൊമോഡസ് ഇഷ്ടപ്പെട്ടു. സിംഹത്തോലും ഗദയുമായി ഹെർക്കുലീസിൻ്റെ രൂപത്തിലുള്ള കൊമോഡസിൻ്റെ ശില്പം വളരെ പ്രശസ്തമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊരു വൈരുദ്ധ്യമാണ്. ഒരു വശത്ത് ആത്മനിയന്ത്രണം പഠിപ്പിച്ച പിതാവ്, മറുവശത്ത് സ്വയം ദൈവിക വീരനായി അവതരിപ്പിക്കുവാൻ ശ്രമിച്ച മകൻ. ഇവിടെ ചരിത്രം നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരു സാമ്രാജ്യം ഭരിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ തൊട്ടടുത്തു നിൽക്കുന്ന ഒരാളുടെ മനസ്സ് ഭരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മാർക്കസിന് മകന് വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു, അധികാരം നൽകാൻ കഴിഞ്ഞു, സ്വന്തം ജീവിതം തന്നെ ഒരു മാതൃകയായി മുന്നിൽ വയ്ക്കാൻ കഴിഞ്ഞു. തൻ്റെ ചിന്തകളെ മകൻ്റെ ചിന്തകളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം പറയണം. നമ്മളും നിരന്തരം ആരെയൊക്കെയോ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നു, ജീവിത പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നു, മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ മാറ്റാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കണം, നമ്മൾ കാണുന്നത് പോലെ അവരും കാണണം, നമ്മൾ പറയുന്നതാണ് ശരിയെന്നവർ അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവരുടെ അനുഭവങ്ങളും അറിവുകളും സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പുകളുമൊക്കെയാണ് അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ വാക്കുകൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം, നമ്മുടെ ജീവിതം അവർക്ക് മാതൃകയായേക്കാം, നമ്മുടെ സ്നേഹം അവരെ സ്പർശിച്ചേക്കാം. പക്ഷേ നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് കേൾക്കുന്നയാൾ അത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നത്. വിത്തത്ര നല്ലതായാലും മണ്ണ് സ്വീകരിച്ചില്ലെങ്കിൽ മുളയ്ക്കില്ല. അതുകൊണ്ട് മറ്റൊരാളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാമെന്ന ധാരണ തന്നെ ശരിയല്ല. അങ്ങനെ നിരന്തരം ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും വ്യക്തികൾ മാറുന്നില്ല, ബന്ധങ്ങളാണ് മാറ്റപ്പെടുന്നത്. സംസാരം കുറയുന്നു, അകലം കൂടുന്നു, സ്നേഹത്തിൽ അസ്വസ്ഥത വരുന്നു. പ്രശ്നം അവരിലല്ല, അവരെ മാറ്റാൻ നമുക്ക് കഴിയുമെന്ന നമ്മുടെ അമിത വിശ്വാസത്തിലാണ്. നിങ്ങൾക്കൊരാളെ സ്നേഹിക്കാം, ഉപദേശിക്കാം, വഴി കാണിക്കാം, തെറ്റ് ചൂണ്ടിക്കാണിക്കാം. നിങ്ങളുടെ ജീവിതം കൊണ്ട്